assume sequence an is a bounded sequence with the converges to the same limit, then show that an must converge to a. നമ്മള് ബോൾസാനോ-വെസ്റ്റ്രാസ് തിയറം പറഞ്ഞ എന്താണ്? എ എന്നൊരു ബൗണ്ടഡ് സീക്വൻസ് ആണെങ്കിൽ എ എന്നിന് എന്തുണ്ടെന്നാ പറഞ്ഞേ? എ എൻ ഹാസ് കൺവർജന്റ് സബ്സീക്വൻസ്. അത്രേ പറയുന്നുള്ളൂ. കൺവർജന്റ് സബ്സീക്വൻസ് ഉണ്ടെന്നേ പറയുന്നുള്ളൂ. ആര് പറയുന്നുള്ളൂ? ബോൾസാനോ-വെസ്റ്റ്രാസ് തിയറം പറയുന്നുള്ളൂ. എ എൻ ഒരു ബൗണ്ടഡ് സീക്വൻസ് ആണെങ്കിൽ എ എന്നിന് കൺവർജന്റ് സബ്സീക്വൻസ് ഉണ്ടായിരിക്കും എന്നാണ് ആര് പറയണേ? ബോൾസാനോ-വെസ്റ്റ്രാസ് തിയറം ഫോർ എ സീക്വൻസ് പറയും. ഈ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താ? An is a bounded sequence, bounded with the extra property that every convergent subsequence of An converges to the same limit A. ഈ ബൗണ്ടഡ് സീക്വൻസിലെ എല്ലാ കൺവർജന്റ് സബ്സീക്വൻസുകളും എൻ എന്ന സീക്വൻസിന്റെ എല്ലാ കൺവർജന്റ് സബ്സീക്വൻസുകളും എ എന്ന ഒറ്റ ലിമിറ്റിലേക്ക് മാത്രം കൺവർജ് ചെയ്യുന്നുവെങ്കിൽ, അല്ലെ, ഇവിടെ A1, A2, A3 എക്സെട്ര ഇങ്ങനെ ഒരു സീക്വൻസ് ഉണ്ട്. ഇതിന്റെ ഒരു സബ്സീക്വൻസ് ആണ് A2, A4, A6 എക്സെട്ര. ഇതിന്റെ വേറൊരു സബ്സീക്വൻസ് ആണ് A1, A3, A5 എക്സെട്ര. ഇതിന്റെ മറ്റൊരു സബ്സീക്വൻസ് ആണ് A5, A10, A15 എക്സെട്ര. ഇതെല്ലാം എങ്ങോട്ട് കൺവർജ് ചെയ്യുന്നു? ഇതെല്ലാം എയിലോട്ട് കൺവർജ് ചെയ്യുന്നു. ഇത് മാത്രമല്ല, ഇതിനകത്തുള്ള മുഴുവൻ സബ്സീക്വൻസുകളും ഒരൊറ്റ എയെ മാത്രം ലക്ഷ്യമിട്ട് കൺവർജ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എ എന്ന സീക്വൻസും എയിലോട്ട് കൺവർജ് ചെയ്യും. ഇവിടെ ഫോർ ഓൾ ആണ്, ശ്രദ്ധിക്കണം. ഏതെങ്കിലും ഒന്നാ രണ്ടാ സബ്സീക്വൻസ് അല്ല. എ എൻ എന്ന സീക്വൻസിന്റെ എല്ലാ സബ്സീക്വൻസുകളും എന്ന സീക്വൻസിന്റെ എല്ലാ കൺവർജന്റ് സബ്സീക്വൻസുകളും, എല്ലാ സബ്സീക്വൻസുകളും അല്ല, എല്ലാ കൺവർജന്റ് സബ്സീക്വൻസുകളും എയിൽ മാത്രമായിട്ട് കൺവർജ് ചെയ്യാണ്, എയിലോട്ട് മാത്രം. എൻ എന്ന സീക്വൻസിന് ഏതൊക്കെ കൺവർജന്റ് സബ്സീക്വൻസുകൾ ഉണ്ടോ അവരെല്ലാവരും എയിലോട്ടാണ് കൺവർജ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എയിലേക്ക് തന്നെ എൻ എന്ന സീക്വൻസും എയിലോട്ട് കൺവർജ് ചെയ്യുമെന്നാണ് നമുക്ക് കാണിക്കാനുള്ളത്. ആക്ച്വലി ഇതൊരു നമ്മുടെ ബോൾസാനോ-വെസ്റ്റ്രാസ് തിയറത്തിന്റെ കോൺവേഴ്സ് അല്ലെങ്കിൽ പോലും കോൺവേഴ്സ് പോലെ നമുക്ക് വിചാരിക്കാം. ബോൾസാനോ-വെസ്റ്റ്രാസ് തിയറം പറഞ്ഞ എന്താ? കോൺവേഴ്സ് പോലെയും പ്രശ്നമുണ്ടല്ലേ. ബോൾസാനോ-വെസ്റ്റ്രാസ് തിയറം പറഞ്ഞ എന്താ? ഒരു ബൗണ്ടഡ് സീക്വൻസ് ആണെങ്കിൽ അതിന് കൺവർജന്റ് സബ്സീക്വൻസുകൾ ഉണ്ടാവും. ഇവിടെ പറയുന്നത് എന്താണ്? ഒരു ബൗണ്ടഡ് സീക്വൻസിന്റെ കൺവർജന്റ് സബ്സീക്വൻസുകൾ എല്ലാം എയിലോട്ട് കൺവർജ് ചെയ്യുന്നുവെങ്കിൽ ആ സീക്വൻസ് കൺവർജ് ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്. ബോൾസാനോ-വെസ്റ്റ്രാസ് തിയറം പറഞ്ഞ എന്താ? ബോൾസാനോ-വെസ്റ്റ്രാസ് തിയറം പറഞ്ഞത് എന്താ? എൻ ബൗണ്ടഡ് ആണെങ്കിൽ, എൻ എന്ന സീക്വൻസ് ബൗണ്ടഡ് ആണെങ്കിൽ ഇതിനകത്ത് കൺവർജന്റ് സബ്സീക്വൻസുകൾ ഉണ്ടാകും. മസ്റ്റ് അല്ല, നിർബന്ധമായിട്ടും ഉണ്ടാവും. അങ്ങനെയല്ലേ പറയാം? അങ്ങനെയുള്ള ബോൾസാനോ-വെസ്റ്റ്രാസ് എവരി ബൗണ്ടഡ് സീക്വൻസ് കണ്ടെയ്ൻസ് എ കൺവർജന്റ് സബ്സീക്വൻസ്. ഒരു കൺവർജന്റ് സബ്സീക്വൻസ് എങ്കിലും കാണും. എ എൻ ഒരു ബൗണ്ടഡ് സീക്വൻസ് ആണെങ്കിൽ എ എന്നിനകത്ത് എന്തുണ്ടാവും? ANK എന്ന ഒരു ബൗണ്ടഡ് അല്ല കൺവർജന്റ് സബ്സീക്വൻസ് ഉണ്ടാവും എന്നാണ് ആര് പറയണേ? ബോൾസാനോ-വെസ്റ്റ്രാസ് തിയറം പറയണേ. ഈ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? ഈ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? AN ബൗണ്ടഡ് സീക്വൻസ് ആണെങ്കിൽ പ്ലസ്, അത് മാത്രമല്ല വീണ്ടും ഒരു എക്സ്ട്രാ കണ്ടീഷൻ കൂടിയുണ്ട്. ANന്റെ എല്ലാ കൺവർജന്റ് സബ്സീക്വൻസുകളും, അല്ലെ, എല്ലാ കൺവർജന്റ് സബ്സീക്വൻസുകളും, എവരി കൺവർജന്റ് സബ്സീക്വൻസ് ഓഫ് സീക്വൻസ് ANന്റെ എല്ലാ കൺവർജന്റ് സബ്സീക്വൻസുകളും A എന്നൊരു ഫിക്സഡ് റിയൽ നമ്പറിലോട്ട് കൺവർജ് ചെയ്യാണ്. ഏത് AN എന്ന ബൗണ്ടഡ് സീക്വൻസിന്റെ ഏത് കൺവർജന്റ് സബ്സീക്വൻസുകളും എടുത്താലും അത് എയിലോട്ട് മാത്രം കൺവർജ് ചെയ്യുന്നു എങ്കിൽ AN എന്ന സീക്വൻസും എയിലോട്ട് കൺവർജ് ചെയ്യുന്നു എന്ന് പ്രൂവ് ചെയ്യണം. അതാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യാനുള്ളത്.
Okay. നമുക്ക് ആദ്യം എന്താ വയ്ക്കാം? ഫസ്റ്റ് given എന്താ? Sequence AN is a bounded sequence. ഏത് ക്വസ്റ്റ്യൻ ആയാലും തന്നിരിക്കുന്ന കാര്യങ്ങൾ വായിച്ചാദ്യം മനസ്സിലാക്കുക. ഇവിടെ തന്നിട്ടുള്ളത് സീക്വൻസ് AN ഒരു ബൗണ്ടഡ് സീക്വൻസ് ആണ്. ഇനിയോ also every convergent subsequence of AN ആണ് തന്നിട്ടുണ്ടാവും. Also given every convergent subsequence of sequence AN converges to A. എല്ലാ സബ്സീക്വൻസുകളും എങ്ങോട്ട് കൺവേർജ് ചെയ്യും? എയിലോട്ട് കൺവേർജ് ചെയ്യും. ഇതും തന്നിട്ടുണ്ട്. എനിക്ക് എന്ത് പ്രൂവ് ചെയ്യണം? AN must converge to A എന്നല്ലേ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോ AN കൺവേർജ് ചെയ്യുന്നു എന്നാണ് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് എയിലോട്ട്. ഞാൻ അസ്യൂം ചെയ്യും. അസ്യൂം sequence AN does not converge to A. Does not converges to A. കൺവേർജ് ചെയ്യുന്നില്ല. കൺവേർജസ് ടു എ എന്ന് പിന്നെ പറയാം. ഡസ് നോട്ട് കൺവേർജസ് എന്ന് അസ്യൂം ചെയ്യും. എയിലോട്ടെന്നുള്ളത് പിന്നെ പറയാം. അപ്പോ AN എന്ത് ചെയ്യുന്നില്ല? ഡസ് നോട്ട് കൺവേർജ് ചെയ്യുന്നു എന്നാണ് ഞാൻ അസ്യൂം ചെയ്തത്. AN ഡസ് നോട്ട് കൺവേർജസ്. അപ്പോഴേ കൺവേർജസ് അല്ലാത്തതിന് നമ്മൾ ഡൈവർജൻസ് ക്രൈറ്റീരിയ പറഞ്ഞു. ഓർമ്മയുണ്ടല്ലോ? ഡൈവർജൻസ് ക്രൈറ്റീരിയ പറഞ്ഞപ്പോൾ ഒരു സീക്വൻസ് ഡൈവർജ് ആവാൻ വേണ്ടി എന്തൊക്കെ കണ്ടീഷൻസാ പറഞ്ഞേ? ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി AN ഇൻഫിനിറ്റി ആയാൽ മതി. അല്ലെങ്കിൽ എന്ത് പറയും? അല്ലെ, ലിമിറ്റ് ഓഫ് സീക്വൻസ് AN ഡസ് നോട്ട് എക്സിസ്റ്റ്. അല്ലെ, ഡസ് നോട്ട് എക്സിസ്റ്റ് അങ്ങനെ പറഞ്ഞു. അപ്പൊ ഡൈവർജന്റ് ക്രൈറ്റീരിയ പറഞ്ഞ ഒന്നുകിൽ ലിമിറ്റ് ഇൻഫിനിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ ലിമിറ്റ് ഓഫ് AN ഡസ് നോട്ട് എക്സിസ്റ്റ്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു, ഞാൻ അത് മാത്രമേ നോട്ട്ബുക്കിൽ എഴുതിയുള്ളൂ. ഏത് കാര്യമാണ്? ഒരു സീക്വൻസ് കൺവർജന്റ് ആകാനുള്ള കണ്ടീഷൻസ് പറഞ്ഞത് ഓർമ്മയുണ്ടാവും. ലിമിറ്റ് ഓഫ് AN is equal to A ആവണം, അല്ലെങ്കിൽ ഡെഫിനിഷൻ ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a delta greater than 0 such that modulus of AN minus A less than A എപ്സിലോൺ ആവണം. അല്ലെ, പിന്നെ എന്ത് പറഞ്ഞു? മോണോട്ടോൺ ക്രൈറ്റീരിയ പറഞ്ഞു. അപ്പൊ കൺവർജന്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു 3-4 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതുപോലെ ഡൈവർജന്റ് ആവാനും ഒരു 3 കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെയാ? ഒരു സീക്വൻസ് ഡൈവർജന്റ് ആകുന്നു എന്ന് കാണിക്കാൻ എന്തൊക്കെ കാണിച്ചാൽ മതി? ഒരു സീക്വൻസ് AN ഡസ് നോട്ട് കൺവർജ് അല്ലെങ്കിൽ ഡൈവർജ് കൺവർജ് ചെയ്യുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടി എന്ത് കാണിച്ചാൽ മതി? ഒരു സീക്വൻസ് AN കൺവർജ് ചെയ്യുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടി എന്ത് കാണിച്ചാൽ മതി? ഒന്ന്, ലിമിറ്റ് ഓഫ് AN ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറയണം. അല്ലെ, ലിമിറ്റ് ഓഫ് A1 ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറയണം. 2, ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി AN ഇൻഫിനിറ്റി എന്ന് പറയണം. അത് രണ്ടും ഒന്ന് തന്നെയാണ്. അല്ലെ, ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞല്ലോ, ഒരു സീക്വൻസ് ഡൈവർജ് ചെയ്യാനുള്ള ക്രൈറ്റീരിയ എന്താണ്? വേറൊരു ക്രൈറ്റീരിയ ആയിട്ട് പറഞ്ഞല്ലോ, അത് തന്നെ നമ്മൾ നോട്ട്ബുക്കിൽ എഴുതി. ഡൈവർജൻസ് ക്രൈറ്റീരിയ രണ്ട് സബ്സീക്വൻസുകൾ ഉണ്ടെങ്കിൽ ആ രണ്ട് സബ്സീക്വൻസുകളും ഡിഫറന്റ് ലിമിറ്റിലോട്ട് കൺവർജ് ചെയ്യും എന്നുള്ളതാണ്. അല്ലെ, എങ്കിലും ഡൈവർജ് ചെയ്യും. അല്ലെ, ഒരു സീക്വൻസ് കൺവർജ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ആ സീക്വൻസിന്റെ 2 സബ്സീക്വൻസുകൾ എടുത്താൽ ആ 2 സബ്സീക്വൻസുകളും ഡിഫറന്റ് ലിമിറ്റിലോട്ട് കൺവർജ് ചെയ്താൽ മതി. അല്ലെ, ദെൻ അപ്പോ കൺവർജ് AN എന്ന സീക്വൻസ് കൺവർജ് ചെയ്യൂല എന്ന് അവിടെ അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ then there exist 2 subsequences. Then there exist 2 subsequences ANK
and a n k dash which converges to different numbers and different points. അല്ലേ ഡിഫറെന്റ് പോയിന്റ്സ്. അപ്പോൾ എ എൻ കെ എന്ന സബ്സീക്വൻസും എ എൻ കെ ഡാഷ് എന്ന സബ്സീക്വൻസും രണ്ട് ഡിഫറെന്റ് പോയിന്റിലോട്ട് കൺവേർട്ട്. എ എൻ കെ എയിലോട്ടാണെങ്കിൽ എ എൻ കെ ഡാഷ് ബിയിലോട്ട് പോകും. എടോ ഇങ്ങനെ വന്നാൽ പ്രശ്നമുണ്ടല്ലോ. നമ്മുടെ ഇവിടെ നോക്കിയേ, രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. എവരി കൺവർജന്റ് സബ്സീക്വൻസസ് എ എൻ കൺവർജസ് ടു ഒരു എയിലോട്ടാണ്. ഇവിടെ നോക്കിയേ, ഇവിടെ തന്നിട്ടുണ്ട് ഏത് കൺവർജന്റ് സബ്സീക്വൻസ് എ എന്നിന്റെ ഏത് കൺവർജന്റ് സബ്സീക്വൻസുകളും എയിലോട്ട് കൺവർജ് ചെയ്യുന്ന നിൽക്കണം. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ രണ്ട് ഡിഫറെന്റ് പോയിന്റ്സിലോട്ടാണ് ഇത് കൺവർജ് ചെയ്യുന്നത് നമുക്കിവിടെ കിട്ടിയത്. ഇത് കോൺട്രഡിക്ഷൻ അല്ലേ? വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ ടു അവർ അസംഷൻ. ഹെൻസ് our assumption is wrong, so the sequence an converges. It is a contradiction. It is a contradiction. The reason it is a contradiction. The reason since every convergent subsequences of an converges to same limit a. Thus our assumption is wrong. Thus our assumption is wrong. That is, sequence an converges. സബ്സീക്വൻസ് എന്ന് നമ്മൾ ഈ സബ്സെറ്റുകളൊക്കെ പറയും പോലെയാണല്ലോ സബ്സീക്വൻസ്. ഈ സീക്വൻസും അതിന്റെ സബ്സീക്വൻസ് തന്നെയല്ലോ. എല്ലാ സബ്സീക്വൻസുകളും എയിലോട്ട് കൺവർജ് ചെയ്യുന്നല്ലേ പറയാം. അപ്പൊ എ എന്ന സീക്വൻസ് കൺവർജ് ചെയ്യുന്നെങ്കിൽ അതും എയിലോട്ട് കൺവർജ് ചെയ്യും അല്ലേ? ആൾസോ sequence an is itself a subsequence. എല്ലാ സബ്സീക്വൻസുകളും itself a subsequence of an അല്ലെ? സീക്വൻസ് an എന്ന സീക്വൻസിന്റെ ഒരു സബ്സീക്വൻസ് തന്നെയാണ് സീക്വൻസ് an. Also sequence an is itself a subsequence of sequence an. Thus by given condition അല്ലെ, എല്ലാ സബ്സീക്വൻസുകളും എയിലോട്ട് കൺവർജ് ചെയ്യുന്നു എന്നല്ലേ തന്നിരിക്കുന്നത്. Thus by given condition sequence an converges to a. എളുപ്പമല്ലേ? show that limit b raised to 1 by n is equal to 0 exist limit b raised to 1 by n exist for all b greater than or equal to 0. For all b greater than or equal to 0, and prove that limit n tends to infinity
b raised to 1 by n is equal to 1. ശരിയല്ലേ? ഇത് ഓർത്ത് ഈ റിസൾട്ട് ഓർത്തു വെക്കേണ്ട റിസൾട്ടാണ്. നമ്മൾ ഇതുപോലെ ഓർത്തു വെക്കേണ്ട ഒരു മറ്റൊരു റിസൾട്ട് പറഞ്ഞല്ലോ, ഏതാ? മോഡ് ബി റൈസ് ടു എൻ, മോഡ് ബി ലെസ് ദാൻ 1 ആണെങ്കിൽ ഓർമ്മയുണ്ടോ? ലിമിറ്റ് ബി റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? അത് പറഞ്ഞ് ഓർമ്മയുണ്ട്. അതിന്റെ പ്രൂഫ് ഒക്കെ നമ്മൾ എഴുതി. മോഡ് ബി ലെസ് ദാൻ 1 ആണെങ്കിൽ അവിടെ രണ്ടും പറഞ്ഞു. 0 ലെസ് ദാൻ ബി ലെസ് ദാൻ 1 ആണെങ്കിലും ലിമിറ്റ് ബി റൈസ് ടു എൻ 0 ആണെന്ന് പറഞ്ഞു. പിന്നെ -1 ലെസ് ദാൻ ബി ലെസ് ദാൻ 1 ആണെങ്കിലും ലിമിറ്റ് ബി റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ഏതോ 1-2 ക്ലാസ്സുകൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറയുന്നത് എന്താ? മോഡ് ബി ലെസ് ദാൻ 1 ആണെങ്കിൽ, അല്ല സോറി, ബി പോസിറ്റീവ് ആണെങ്കിൽ, ബി നെഗറ്റീവ് ആണെങ്കിൽ അല്ല, ബി പോസിറ്റീവ് ആണെങ്കിൽ, ഇപ്പൊ എനിക്ക് ഈ റിസൾട്ട് അറിയാമെങ്കിൽ എന്താ പറയാം? 2 റൈസ് ടു 1 ബൈ എന്നിന്റെ ലിമിറ്റ് എന്താണെന്ന് പറയാം? 2 റൈസ് ടു 1 ബൈ എൻ എന്ന സീക്വൻസ് 1 കൺവേർട്ട് ചെയ്യുമെന്ന് പറയാം, അല്ലെ? 5 റൈസ് ടു 1 ബൈ എന്നിന്റെ ലിമിറ്റും 1 ആണെന്ന് പറയാം. ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ, അല്ലെ, ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ, വളരെ ഇമ്പോർട്ടന്റ് റിസൾട്ട് കൂടിയാണിത്. ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ സീക്വൻസ് ബി റൈസ് ടു 1 ബൈ എൻ കൺവേർജ് ചെയ്യും. ആൻഡ് ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ബി റൈസ് ടു 1 ബൈ എൻ 1 ആണ്. അപ്പോ given b greater than or equal to 0, let xn is equal to b raised to 1 by n. xn is equal to b raised to 1 by n. ഞാൻ രണ്ട് കേസ് കാട്ടി പോവുകയും, കേസ് 1, if 0 less than or equal to b less than 1, b ന്റെ വാല്യൂ 0 നും 1 നും ഇടയിലാണെങ്കിൽ, then b ന്റെ വാല്യൂ 0 ക്കും 1 നും ഇടയിലാണെങ്കിൽ, then b raised to n plus 1 less than b raised to n അല്ലേ? അപ്പൊ ഇങ്ങനെ എഴുതാമല്ലോ, b ലെസ് ദാൻ 1 ഇംപ്ലൈസ് രണ്ട് സൈഡും b റൈസ് ടു n മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. b ഇൻറ്റു b റൈസ് ടു n ലെസ് ദാൻ 1 ഇൻറ്റു b റൈസ് ടു n അല്ലേ? അപ്പൊ b റൈസ് ടു n പ്ലസ് 1 ലെസ് ദാൻ b റൈസ് ടു n ആണ്. ഇനി b റൈസ് ടു 1 ബൈ n പ്ലസ് 1 ശ്രദ്ധിക്കണം. അപ്പോ നമുക്കറിയാം 1 ബൈ 4, 1 ബൈ 16 അല്ലെങ്കിൽ 1 ബൈ 36 ലെസ് ദാൻ 1 ബൈ 4 ആണ്, അല്ലെ? 1 ബൈ, കാരണം ബി 0ക്ക് 1 ഇടയ്ക്കായതുകൊണ്ടാണ് ഞാൻ ബിന്ന് വരെ ഇങ്ങനെ എടുത്തത്. ബി ആക്ച്വലി ബി ഇവിടെ 1 ബൈ 36 ലെസ് ദാൻ 1 ആണെങ്കിൽ 1 ബൈ 36ന്റെ സ്ക്വയർ റൂട്ട് ലെസ് ദാൻ 1 ബൈ 4ന്റെ സ്ക്വയർ റൂട്ട് ആണോ?
1/36 ലെസ് ദാൻ 1/4 ആണ്. n+1 വെച്ച് പറഞ്ഞല്ലോ, അങ്ങനെ പറയാൻ പറ്റില്ല. b/n+1 ലെസ് ദാൻ b/n. b/n+1 ലെസ് ദാൻ b/n ആണെങ്കിൽ b/1/n+1 ഗ്രേറ്റർ ദാൻ b/1/n. ഇവിടെ 1/n+1 ഇവിടെ 1/n ആണ്. അത് ശ്രദ്ധിക്കണേ. ഇവിടെ രണ്ടിടത്തും നമ്മൾ നേരത്തെ എക്സാമ്പിൾ ഒരേ ആൾക്കാരെടുത്ത് ഇവിടെ b/1/n+1 അതായത് 1/n+1 കൂട്ടും 1/n അല്ല n+1 കൂട്ടും n കൂട്ടും. അപ്പൊ എവിടെ നിന്ന് എന്ത് പറയാം? That is b/n+1 എന്ന് പറഞ്ഞാൽ ആരാ? b/1/n+1 എന്ന് പറഞ്ഞാൽ xn+1. xn+1 greater than xn for all n. Therefore, sequence xn is monotonic increasing. Sequence xn is monotonic increasing. Sequence xn monotonic increasing. ഇനി ബി പോസിറ്റീവ് ആണ്. അപ്പൊ ബിന്റെ എന്ത് റൂട്ടുകളെല്ലാം പോസിറ്റീവ് ആയിരിക്കും അല്ലെ. മാത്രമല്ല ബിന്റെ വാല്യൂ 1നേക്കാൾ ചെറുതാണ്. ബിന്റെ വാല്യൂ 1നേക്കാൾ ചെറുതായതുകൊണ്ട് സിൻസ് b less than 1 implies b/1/n less than 1/1/n 1 ആണ് അല്ലെ for all n. b/1/n xn less than 1 means 1 അല്ലേ. 1/1/n 1 അല്ലേ. less than 1 for all n in n. നോക്കിയേ, സീക്വൻസ് xn മോണോട്ടോണിക് ഇൻക്രീസിംഗ് ആണ്. സീക്വൻസ് xn എന്താണ്? മോണോട്ടോണിക് ഇൻക്രീസിംഗ് ആണ്, ബൗണ്ടഡ് എബോവ് ആണ് അല്ലെ. മോണോട്ടോണിക് ഇൻക്രീസിംഗ് ആണ്, ബൗണ്ടഡ് എബോവ് ആണ്. ദെൻ ബൈ മോണോട്ടോൺ കൺവെർജൻസ് തിയറം എനിക്ക് എന്ത് എഴുതാം അല്ലെ. ദെൻ ബൈ മോണോട്ടോൺ കൺവെർജൻസ് തിയറം sequence xn is convergent. Sequence xn convergent. That is, sequence xn sequence b/1/n converges. ഈ കേസിൽ മാത്രമേ ഉള്ളേ when 0 less than b less than 1. അപ്പോ 0 less than b less than 1 ആര് കൺവെർജന്റ് ആയി? സീക്വൻസ് b/1/n കൺവെർജന്റ് ആയി. ഇനി കേസ് 2, when b greater than or equal to 1. b greater than or equal to 1 ആണെങ്കിൽ എന്താ സംഭവിക്കുക? രണ്ട് സൈഡും b/n മൾട്ടിപ്ലൈ ചെയ്താൽ എന്താവും? b into b/n greater than or equal to 1 into b/n. b/n+1 greater than or equal to b/n. അപ്പോ b/n+1 എന്ന് പറഞ്ഞാൽ xn+1 ആണ് അല്ലെ. xn+1 greater than or equal to xn. എന്റെ മീനിങ് എന്താ? xn+1 greater than or equal to xn എന്ന് വെച്ചാൽ മീനിങ് എന്താ? നമുക്ക് xn+1 ആണെങ്കിൽ റൈസ് ടു 1/n അല്ലേ. റൈസ് ടു 1/n ആകുമ്പോഴല്ലേ xn ആവുള്ളൂ. ഇവിടെ b/n+1 എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ b/n+1 greater than or equal to b/n. അങ്ങനെയാണെങ്കിൽ b/1/n greater than or equal to തിരിഞ്ഞു വരും. b/1/n+1. b/1/n greater than or equal to b/1/n+1. അപ്പൊ എന്താ വരും? b/1/n xn ആണ്. So that is
xn greater than or equal to xn plus 1. Hence, for all n, hence sequence xn sequence b raised to 1 by n is monotonic decreasing. Also we have so b greater than or equal to 1 അല്ലേ അങ്ങനെയാണെങ്കിൽ b raised to 1 by n greater than or equal to 1 ആണ് ശരിയല്ലേ for all അല്ലെ 1ന്റെ സ്ക്വയർ റൂട്ട് ആണ് 1 1നേക്കാൾ കൂടിയ ആൾക്കാരുടെയൊക്കെ സ്ക്വയർ റൂട്ട് 1നേക്കാൾ വലുതാണ് സ്ക്വയർ റൂട്ട് ക്യൂബ് റൂട്ട് ഏതായാലും മതി ഇവിടെ റൈസ് ടു 1 by n ആണ് എടുക്കുന്നത് ഒരു ധാരണ വേണേ അപ്പോ xn greater than or equal to 1 for all n in. അപ്പോൾ xn എന്ന സീക്വൻസ് എന്തായി hence sequence xn is equal to sequence b raised to 1 by n is decreasing ആണ് bounded below by 1 ആണ് അല്ലേ bounded below by 1 thus by monotone convergence theorem അല്ലേ decreasing ആണ് bounded below by 1 അല്ലേ thus by monotone convergence theorem sequence xn ആരാ b raised to 1 by n converges നോക്കടേ നമ്മൾ എന്തൊക്കെ പറഞ്ഞു ബി പോസിറ്റീവ് ആയപ്പോ അല്ല ബി പോസിറ്റീവ് ആണ് അവർ പറഞ്ഞത് നമ്മൾ ബി പോസിറ്റീവ് നമ്മൾ റിയൽ ലൈൻ 0 ഇൻഫിനിറ്റി ആണെങ്കിൽ 0 മുതൽ 1 വരെയും 1 മുതൽ ഇൻഫിനിറ്റി വരെ അപ്പോൾ 0 മുതൽ 1 വരെ കൺവെർജന്റ് ആണെന്ന് പറഞ്ഞു 1 ടു ഇൻഫിനിറ്റിയും കൺവെർജന്റ് ആണെന്ന് പറഞ്ഞു അപ്പോൾ മൊത്തത്തിൽ 0 ടു ഇൻഫിനിറ്റി കൺവെർജന്റ് ആണ് ആരാ ബിന്റെ വാല്യൂ 0 ക്കും 1 നും ഇടയിലാകുമ്പോഴും ഈ സീക്വൻസ് b raised to 1 by n എന്ന സീക്വൻസ് കൺവെർജന്റ് ആണെന്ന് കണ്ടു ബിന്റെ വാല്യൂ 1 1നേക്കാൾ വലുതോ ആയപ്പോഴും സീക്വൻസ് b raised to 1 by n എന്ന സീക്വൻസ് കൺവെർജന്റ് ആണെന്ന് കണ്ടു hence both the cases hence sequence b raised to 1 by n is convergent രണ്ടും കൂടി ഒരുമിച്ച് ചേർക്കുമ്പോഴേ is convergent when 0 less than b less than infinity അല്ലെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ പറഞ്ഞാൽ when b greater than 0 ഇവിടെ നമ്മൾ greater than or equal to 0 അല്ലേ ഇവിടെ equal to എടുത്തിട്ടുണ്ട് next that is sequence b raised to 1 by n is convergent ആയി convergent ആകുമ്പോൾ എന്താവും ഒരു റിയൽ നമ്പർ ഉണ്ടാവും therefore there exists a real number x such that limit n tends to infinity b raised to 1 by n is equal to x ആയിരിക്കും ഒരു സീക്വൻസ് കൺവെർജ് ചെയ്യുന്നുവെങ്കിൽ അല്ലേ ഒരു സീക്വൻസ് കൺവെർജ് ചെയ്യുന്നുവെങ്കിൽ അതിന്റെ സബ്സീക്വൻസുകളും അതിലേക്ക് തന്നെ കൺവെർജ് ചെയ്യുമെന്ന് ഒരു തിയറം പഠിച്ചിട്ടുണ്ടല്ലോ ഓർമ്മയുണ്ടോ subsequence of a convergent sequence converges to the same limit as the original sequence ഓർമ്മയുണ്ടോടെ subsequence of a convergent sequence converges to the same limit at the original sequence എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓർമ്മയുണ്ടല്ലോ we have if a sequence is convergent then every convergent subsequence if a sequence is convergent and converges to x
if a sequence is convergent and converges to x, then every subsequences of this original sequence converges to x. Therefore, ഇതിന്റെ ഒരു subsequence, therefore the subsequence of b raised to 1 by n is b raised to 1 by 2n also converges to x. അല്ലെ, b raised to 1 by n x ലോട്ട് കൺവെർജ് ചെയ്യുന്നെങ്കിൽ b raised to 1 by 2n എന്ന സബ്സീക്വൻസും x ലോട്ട് കൺവെർജ് ചെയ്യും. That is limit n tends to infinity b raised to 1 by 2n is equal to x ആയിരിക്കും. നോക്കിയേ, ഇതിന് എനിക്ക് ഇങ്ങനെ എഴുതാമല്ലോ, ലിമിറ്റ് n tends to infinity b raised to 1 by n the whole raised to 1 by 2 എന്ന് എഴുതാമല്ലോ. ഇതെന്താണ്, ഇത്രയും x അല്ലേ, അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എന്താവും, ദാറ്റ് ഈസ് x raised to 1 by 2 is equal to x എന്നല്ലേ. അപ്പോൾ സ്ക്വയർ ചെയ്താൽ x is equal to x square എന്നല്ലേ. അപ്പോൾ x square minus x is equal to 0 എന്നല്ലേ. x into x minus 1 is equal to 0 എന്നാണല്ലോ. x is equal to 0 ആണ്, x is equal to 1 ആണ് അല്ലെ. x is equal to 0 ആണ്, x is equal to 1 ആണ്. x is equal to 0 ആണ്, x is equal to 1 ആണ്. So if b not equal to 0, b 0 ആണെങ്കിൽ മാത്രം കാര്യം ശ്രദ്ധിക്കണം, b equal to 0 ആകുമ്പോൾ മാത്രമേ b raised to 1 by n എന്താവുള്ളൂ, ഈ സീക്വൻസിൽ 0 എന്നാണ് ഉണ്ടാവുള്ളൂ. b not equal to 0, then we choose x is equal to 1. അത് വേണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എഴുതിയപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഗ്രേറ്റർ ദാൻ 0 എന്ന് മാത്രം മതി. പിന്നെ ഇനിയിപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഒഴിവായി, ഈ ഗ്രേറ്റർ ദാൻ 0 മതി. ഓ സമയമുണ്ടോ? മോണോട്ടോൺ കൺവേർജൻസ് തിയറത്തിലെ അപ്പർ ബൗണ്ട് ഉണ്ടാവുകയാണെങ്കിൽ ലീസ്റ്റ് അപ്പർ ബൗണ്ടിലോട്ടാണ് കൺവേർജ് ചെയ്യണമെങ്കിലും അങ്ങനെ പറഞ്ഞില്ലേ സാർ? ലോവർ ബൗണ്ട് അപ്പർ ബൗണ്ട് ഉണ്ടെങ്കിൽ മോണോട്ടോണിക് ഇൻക്രീസിംഗും മോണോട്ടോണിക് ഇൻക്രീസിംഗും ബൗണ്ടഡ് എബോവ് ആണെങ്കിൽ ലീസ്റ്റ് അപ്പർ ബൗണ്ടിലോട്ടും, മോണോട്ടോണിക് ഡിക്രീസിംഗും ബൗണ്ടഡ് ബിലോ ആണെങ്കിൽ ലീസ്റ്റ് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടിലോട്ടും കൺവേർജ് ചെയ്യും. പക്ഷെ നമ്മളിവിടെ 0യും 1ഉം സുപ്രീമോ ഇൻഫീമോ ഒന്നും പറഞ്ഞിട്ടില്ല, എനിക്ക് അത് പ്രൂവ് ചെയ്യേണ്ടി വരും അല്ലേ. ലോവർ ബൗണ്ട് അപ്പർ ബൗണ്ട് മാത്രമാണ്, ലീസ്റ്റും ലീസ്റ്റ് ആണെങ്കിലേ പറ്റുള്ളൂ. അതങ്ങനെ തന്നെ പറയുന്നുണ്ട്. ഒരു മോണോട്ടോൺ കൺവെർജൻസ് തിയറത്തിന്റെ 2 സബ് കേസുകൾ നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. അവിടെ എഴുതിയിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു എഴുതിയിട്ടുണ്ട്, ഉണ്ടാവും. കാരണം ഒരു സീക്വൻസ് എന്താ മോണോട്ടോണിക് ഇൻക്രീസിംഗും പിന്നെ എന്ത്, ഒരു സീക്വൻസ് മോണോട്ടോണിക് ഇൻക്രീസിംഗും ബൗണ്ടഡ് എബോവ് ആണെങ്കിൽ അത് സുപ്രീമത്തിലോട്ടേ കൺവേർജ് ചെയ്യുള്ളൂ. ബൗണ്ടഡ് എബോവ് ആണെങ്കിൽ സുപ്രീമത്തിലോട്ടേ കൺവേർജ് ചെയ്യുള്ളൂ, ബൗണ്ടഡ് ബിലോ ആണെങ്കിൽ ഇൻഫീമത്തിലോട്ടേ കൺവേർജ് ചെയ്യുള്ളൂ. അപ്പൊ അതൊക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് ഒരുപാട് സമയം പോകും. കണ്ടുപിടിക്കാൻ പറ്റില്ലെന്നല്ല. അപ്പൊ ഇവിടെ ബി നോട്ട് ഈക്വൽ ടു 0 നമുക്ക് എടുക്കാം. അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ ഒഴിവായി കിട്ടും. b not equal to 0, then we choose x is equal to 1. Thus limit n tends to infinity b raised to 1 by n is equal to 1.